പുതുവൈപ്പിലെ വെള്ളക്കെട്ട് പരിഹരിക്കുക, RMP കനാലിലെ വൈപ്പിൻ അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യുക, താഴ്ന്നുകൊണ്ടിരിക്കുന്ന പുതുവൈപ്പിനെ സംരക്ഷിക്കാൻ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ പെരിയാർ മലിനീകരണ വിരുദ്ധ സമരസമിതി നേതാവ് പുരുഷനേലൂർ ഉദ്ഘാടനം ചെയ്തു. ആ പഠനത്തിന് വേണ്ടി ആദ്യം നിലപാടെടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ പഞ്ചായത്താണ്. ആ പഞ്ചായത്തിന്റെ ഒരു തീരുമാനം ഉണ്ടാവുകയും അത് സർക്കാരിലേക്ക് വരികയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ചേർന്ന് വളരെ ശാസ്ത്രീയമായിട്ടൊരു പഠനം നടത്തുകയും ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത്, എന്താണ് ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതെന്നത് സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികളോ അല്ലെങ്കിൽ MLAയോ എന്നും വിചാരിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ല. ഇതിന് മന്ത്രിസഭ തന്നെ ഇടപെട്ടിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിൽ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത്. അതിനായിട്ട് നമ്മളുടെ ഇതുമായി ബന്ധപ്പെടുന്ന സമരസമിതി അടക്കം ഇവിടുത്തെ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ഒരു ജനസഭ വിളിച്ചു കൂട്ടുകയും ആ ജനസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി പ്രാദേശിക അടിസ്ഥാനത്തിൽ ഒരു കരട് പഠന പട്ടിക നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ സമരസമിതിയുടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുന്ന സമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. സമരസമിതി ചെയർമാൻ CG ബിജു അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, കയറി വരുന്ന വെള്ളം ഉപ്പുവെള്ളമാണ്. ഈ ഉപ്പുവെള്ളം പറമ്പടികളിലും വീട്ടുമുറ്റത്തും വീടിനകത്തുമൊക്കെ കയറിയിട്ട് ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത, ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒരു വീട് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ അധ്വാനവും ചെലവഴിച്ച് ഇല്ലാത്ത പണം കടം വാങ്ങി ഭാര്യയുടെ കെട്ടുതാലി വരെ പണയപ്പെടുത്തിയും വിറ്റുമാണ് ഒരു മനുഷ്യൻ ഒരു കൂര ഒപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു വെള്ളം കയറിയിട്ട് ഈ വീടുകളൊക്കെ തെള്ളി നശിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നമുക്ക് എത്ര വലിയ നഷ്ടങ്ങളാണ്, ജീവിതത്തിൻ്റെ എത്ര ഭീകരമായിട്ടുള്ള ദുരന്തങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പരിഹരിക്കണമെങ്കിൽ RMP തോടിൻ്റെ മുഖപ്പിലുള്ള മണൽത്തിട്ട മാറ്റി നീരൊഴുക്ക് സുഗമമാകണം. കയറുന്ന വെള്ളം ഇറങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം ഉണ്ടാക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ, നമുക്കറിയാം, വൈപ്പിൻ അഴിമുഖം എന്ന് പറയുന്നത് കൊച്ചിൻ പോർട്ടിന്റെ അധീനതയിലുള്ള സ്ഥലമാണ്. അവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കി തരേണ്ടത് കൊച്ചിൻ പോർട്ടാണ്. എന്നാൽ കൊച്ചിൻ പോർട്ട് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് കൈയൊഴിയുന്ന, ആ ഉത്തരവാദിത്തം കൈയൊഴിയുന്ന ഒരു അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടങ്ങളിൽ കൊച്ചിൻ പോർട്ട് അത് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവർ അതിൽ ഒരു തീരുമാനമെടുക്കുവാൻ തയ്യാറാകാതെ ഇരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. RMP കനാലിന്റെ വൈപ്പിൻ അഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതുമൂലം മഴവെള്ളവും വേലിയേറ്റ വെള്ളവും ഇറങ്ങിപ്പോകാതെ തീരപ്രദേശത്തെ ജനങ്ങളുടെ വീടുകളിലേക്ക് കയറുന്ന അവസ്ഥയാണ്. അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്താൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. നാളിതുവരെ നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും ഇതുവരെ യാതൊരുവിധ നടപടികളും പഞ്ചായത്തോ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റോ സ്വീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പുതുവൈപ്പിലെ ജനങ്ങൾ സംഘടിച്ച് സമരസമിതി രൂപീകരിച്ച് എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണ നടത്തിയത്. MP ജയഘോഷ്, KS മുരളി എന്നിവർ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു. KS റിയാസ്, ഷൈജ ജോൺസൺ, TJ ആൻസൺ, സുലോചന പരമേശ്വരൻ, KV ബിന്ദു, TH സന്തോഷ്, VA പൌലോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി. മഴക്കാലത്തിനു മുൻപ് RMP കനാലിലെ വൈപ്പിൻ അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യാൻ അടിയന്തര നടപടിയെടുക്കണമെന്നും അല്ലെങ്കിൽ പഞ്ചായത്ത് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങളുമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് വീണ്ടും വരുമെന്നും മുന്നറിയിപ്പ് നൽകി.